സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി പൈനാപ്പിൾ പായസം തയ്യാറാക്കാം. അപ്പോൾ പൈനാപ്പിൾ പായസം തയ്യാറാക്കുമ്പോൾ പാല് പിരിയാതെ എങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസം തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് പഞ്ചസാരയും കശുവണ്ടിയും കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കണം. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കശുവണ്ടി അതും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചതിന് ശേഷം അതവിടെ മാറ്റി വയ്ക്കും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാനിപ്പോൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് കുറച്ചുകൂടെ കൂട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചവ്വരി വേവിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് 1 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങുമ്പോൾ 1/4 കപ്പ് ചവ്വരി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്യണം. ഇത് വീട്ടിൽ ഉണ്ടായിട്ടുള്ള പൈനാപ്പിളാണ്. കുഞ്ഞ് പൈനാപ്പിളാണെങ്കിലും നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ നടുവിലുള്ള ആ കൂണൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഒന്ന് വിളയിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത് വീഡിയോ ഉള്ളൂ, പെട്ടെന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. അത് വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര ചേർത്തതിന് ശേഷം അതൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മതി നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനിടയിൽ ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പയിലേക്ക് വാർത്തെടുക്കാം. മീതെ അല്പം തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചവ്വരി വേവിച്ച് കഴിഞ്ഞു. പൈനാപ്പിളും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാല് പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിക്കാം. ഒരുവിധം തിളയ്ക്കാറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചവ്വരി ചേർത്ത് കൊടുക്കാം. കട്ടയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കണം കേട്ടോ. ഇതുപോലെ കട്ടയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. പാലും ചവ്വരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വശങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ക്രീമൊക്കെ നന്നായിട്ട് ഈ പാലിലേക്ക് തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ, എങ്കിലേ ആ പായസത്തിന് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കശുവണ്ടിയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം ആ പൈനാപ്പിളിൻ്റെ ആ ഫ്ലേവർ ശരിക്കും കിട്ടണമെങ്കിൽ വേറെ ഇങ്ങനെ ഏലക്കാപ്പൊടി ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പഞ്ചസാര കശുവണ്ടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം കശുവണ്ടി ചേർക്കുമ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും പായസം ഒന്നും കൂടെ തിക്കായിട്ട് വരും. ടേസ്റ്റും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ കശുവണ്ടിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ. നന്നായിട്ടൊരു 2-3 മിനിറ്റ് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. രണ്ട് 3 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ പൈനാപ്പിൾ പായസത്തിൽ പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് പിന്നെ തിളപ്പിക്കില്ല. നമ്മൾ സെർവ് ചെയ്യുന്ന നേരത്ത് ആ പൈനാപ്പിൾ രണ്ടും തണുത്തിരിക്കണം. അതായത് ഈ പാലിൻ്റെ കൂട്ടും പൈനാപ്പിളും നല്ല തണുത്തിരിക്കണം. അത് ആ തണുത്തതാണ് മിക്സ് ചെയ്യുക.
ഇനി ഇതിലേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിക്കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു, ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് ഒന്നും കൂടെ തിക്കായിപ്പോയി. ഇപ്പോൾ കശുവണ്ടിയുടെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അത് തണുത്തപ്പോൾ ഒന്നും കൂടെ തിക്കായതാണ്. ഇനി ഇതിലേക്ക് ഈ തണുപ്പിച്ച് പൈനാപ്പിൾ കഷ്ണങ്ങളെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് പാലും കൂടെ നമുക്ക് ചേർക്കാം. അരക്കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ മധുരം ചേർക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര 1/4 കപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു വളരെ മിനിമം ഒരു മധുരം ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ, അതായത് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ചേർക്കേണ്ടി വരും, എങ്കിലേ ആ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ തണുപ്പിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. പാലിൽ പൈനാപ്പിൾ ചേർത്ത് തിളപ്പിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് ഈ പൈനാപ്പിൾ ആദ്യം ഒന്ന് വിളയിച്ചിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ പൈനാപ്പിൾ ചേർത്തിട്ട് പാല് തിളപ്പിക്കുന്നുമില്ല. രണ്ടും തണുപ്പിച്ച് ചേർക്കുമ്പോൾ പിന്നെ അത് ഒട്ടും പിരിഞ്ഞു പോവില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ ഈ പൈനാപ്പിൾ പായസം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു പായസമാണ്. വീട്ടിൽ പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ശരിക്കൊരു വെറൈറ്റി പായസം തന്നെയാണ്. ആ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം കിട്ടുന്നൊരു പായസമാണ്. കാരണം നമ്മളിതിൽ ഏലക്കാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ആ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്